ഇതിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അല്ല, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബിജുവിൻ്റെ ഒപ്പമുള്ള പങ്കാളിയെന്ന് നിങ്ങളോട് പറഞ്ഞ അഡ്വക്കേറ്റ് ഇടപെട്ടു. അതെന്താണ് സംഭവം? ആ നടിയെ ആക്രമിച്ച കേസ് ഇതുമായിട്ട് എന്താണ്? നടിയെ ആക്രമിച്ച കേസിൽ ഞങ്ങൾ ഈ ബിജു രാധാകൃഷ്ണനായിട്ട് ഞങ്ങൾ ട്രൈബൂട്ട് ഹോട്ടലിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് അദ്ദേഹത്തിന് കോൾ വരികയും എന്നോട് നിഷ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പുള്ളി മാറി നിൽക്കുന്നു. പിന്നെ അഡ്വോക്കേറ്റ് നിഷ കെ പീറ്റർ, സ്വന്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയ അഡ്വോക്കേറ്റ് നിഷ കെ പീറ്റർ. പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഭാര്യയെ കൊന്ന കേസിൽ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ കടന്നപ്പം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീലാണ് അത് എന്നൊക്കെ ഞങ്ങൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഏലിയാസിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നിഷ കെ പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിലേക്ക് കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിലിറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ, നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മാർട്ടിനെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാം, സാമ്പത്തികമായിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1-2 ദിവസം അതിൻ്റെ ഫോളോ അപ്പിംഗ് ഉണ്ടായിരുന്നു. മാർട്ടിനെ കൊണ്ട് നിങ്ങൾ എവിടെയും പോയോ, അതോ നിങ്ങളുടെ അടുത്തോട്ട്? മനസ്സിലായില്ല, എന്താണ് ചെയ്തത്? മാർട്ടിൻ ജയിലിൽ നിന്ന് റിമാൻഡിൽ ഇറങ്ങിയതിന് ശേഷം, റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ ട്രൈബൂട്ട് ഹോട്ടലിലേക്കാണ് നിഷ കെ പീറ്റർ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങളായി, എന്നിരുന്നാലും ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ എടുത്ത് ഓടി വന്നു, ബിജു രാധാകൃഷ്ണനായിട്ട് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് ഇതാണ് മാർട്ടിൻ നടി ആക്രമിച്ച കേസിലെ 2ാം പ്രതിയാണ്, കുറച്ച് നാൾ പുള്ളിയെ നിൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞിരുന്നു ഇപ്പം മീഡിയക്കാരായിട്ട് പുള്ളിക്ക് അധികം സംഭാഷണങ്ങളൊന്നും പാടില്ല എന്ന് കോടതി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബിജു രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലാരിവട്ടത്ത് ബൈപ്പാസിലേക്ക് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറുന്നു. അതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അനിയനായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, 3 കോടി രൂപയോളം എന്ത് ചെയ്യും കുമരകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും, റിൻഷാദ് പോയി വാങ്ങണം, അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3 കോടി രൂപയാണ് എന്ത് ചെയ്യുക ബിജു ദിലീപിൻ്റെ അനിയൻ ക്യാഷായിട്ട് തരാം, എൻ്റെ കാറിൽ വേണം പോകാൻ, കുമരകത്ത് റിസോർട്ടെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, 3 കോടി വാങ്ങുമ്പോൾ റിൻഷാദിനൊരു എമൗണ്ട് തരും, പിന്നെ മാർട്ടിനും ഒരു എമൗണ്ട് കൊടുക്കണം, ബാക്കി ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. ഉദ്ദേശിക്കുന്നത് ഈ നിഷ കെ പീറ്ററും ബിജു രാധാകൃഷ്ണനുമാണ്. അങ്ങനെ ഇതിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ദിലീപിൻ്റെ കേസിലും ബിജു രാധാകൃഷ്ണൻ ഇടപെടൽ ഉണ്ടായിട്ട് എന്നുള്ളത് വ്യക്തമാണ് എനിക്ക്. ഇതിനു വേണ്ടിയാണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷേ അതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കുണ്ട്. അത് ഞാനിപ്പോൾ ഇന്നെന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു, അത് DGPയിലേക്ക് കൈമാറി. ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പരാതികളെല്ലാം എടുത്തിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അദ്ദേഹം തിരിച്ചറിയില്ല. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും വേഷത്തിലും സംസാരത്തിലും ഒക്കെ ഒരു മാറ്റങ്ങളാണ്. ഈ ഗ്ലൂട്ടാത്തിൻ പോലെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ബ്രൈറ്റ്നെസ്സൊക്കെ വരുത്തി ഇപ്പോൾ സോളാർ കേസിൽ 1ാം പ്രതിയായ ബിജു ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അത് ഭയങ്കരമായിട്ട് ആളുകളെ വീഴ്ത്തുമല്ലോ. ഇപ്പോൾ എന്നോട് പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങളാണ്. യോഗി ആദിത്യനാഥുമായി ബന്ധമുണ്ട്, അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന താനാണ്, 75 വർഷം പഴക്കമുള്ള കർണാടകത്തിലെ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ്, കേന്ദ്രത്തിലെ BJP മന്ത്രിമാരും BJP നേതാക്കളുമൊക്കെയായി വലിയ ബന്ധമാണ്. അങ്ങനെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നു വലിയ വലിയ കാര്യം. ഈ ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം അത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ബിജു രാധാകൃഷ്ണൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാം. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ലൈവിൽ എനിക്ക് പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിയമവിദഗ്ധരായിട്ടും എൻ്റെ അഡ്വക്കേറ്റായിട്ടും സംസാരിച്ചാൽ മാത്രമേ പുറത്ത് പറയാനുള്ളൂ. പക്ഷേ ആ വാർത്തകൾ പുറത്തു വന്നാൽ അത് കേരളം കുലുക്കുന്ന രീതിയിലുള്ള, വിറങ്ങലിക്കുന്ന രീതിയിലുള്ള വാർത്തകളായിരിക്കും മുന്നോട്ട് വരിക എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത്രയും ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ, അത് രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഇടപെടലുകളിലും ഒക്കെ. കാരണം ഞാൻ ഈ ഒരു പരാതി വന്ന ഉടനെ അന്ന് ഒരു വർഷം ബാക്കിൽ ഒരു 8-9 മാസം മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്തു പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അത്രയും ദിവസം ഫോണിൽ വിളിച്ച് കിട്ടാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും അവരുടെ ഒരു മിസ് കോൾ എനിക്ക് വന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത്, നിൻ്റെ പരാതി ഇപ്പോൾ ഏത് മേശപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം.
നീ കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ കൊന്നു കളയും, അത് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, അതിനുള്ള പവറും പണവും ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം എൻ്റെ പരാതി, ഞാൻ രഹസ്യമായിട്ട് കൊടുത്ത പരാതി ഏത് മേശപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് വരെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ പരാതി ഞാൻ വ്യക്തമാണ്. നിങ്ങൾ പിന്നീട് സൈലൻ്റ് ആയത്, പിന്നീട് ഒന്നും നടപടിക്ക് പോകാൻ അതുകൊണ്ടാണോ ഈ ആദ്യ പരാതിക്ക്? അതെ, എനിക്ക് പിന്നെ അല്ല, ഞാൻ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റുകളും അവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ വാർത്ത വന്നപ്പോഴാണ് അവരുടെ കൂടെ ഒരു റിട്ടയർഡ് പോലീസുകാർ, സൈബർ സെല്ലിലെ പോലീസുകാരുണ്ടെന്നൊക്കെ വിവരം അറിയുന്നത്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഫോണിലേക്ക് വരുന്ന ഓരോ കോളുകളും അതിനുള്ളതെന്ന് പറഞ്ഞിരുന്നു. നിൻ്റെ ഓരോ മൂവ്മെൻറ്റുകൾ കൃത്യമായിട്ട് അറിയാം. പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ കൊന്നുകളയും, നിന്റെ കുടുംബത്തെ കൊന്നുകളയും, അതിനുള്ള പവറും പണവും ഞങ്ങളെ കയ്യിലുണ്ട്. നീ എന്ത് ചെയ്യാനാ? മറ്റേ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാം, എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങളെ എന്തും ചെയ്യാൻ പറ്റില്ല. അത്രയും വിവാദമായ കേസിൽ ഞങ്ങൾ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടല്ലോ. ഒരു മന്ത്രിസഭ മുഴുവൻ, ഒരു നിയമസഭ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. എന്നോട് നിശ്ചയമാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയെ വരെ മുഴുവൻ തകർത്ത ആൾക്കാരാണ്. ഞങ്ങളോട് നീ എന്ത് ചെയ്യാനാണ്, എന്നെ വെല്ലുവിളിച്ചായിരുന്നു, നീ എന്ത് ചെയ്യാനാ? അപ്പം കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ഇതിന് വലിയ കാര്യങ്ങളായിട്ടുണ്ടാകാം, നിനക്ക് താങ്ങാൻ പറ്റില്ല. കള്ളക്കേസ് കൊടുക്കി നിന്നെ അകത്തിടും, പല കേസുകളും നിൻ്റെ തലയിലേക്ക് നിന്നെ അകത്തിടാനുള്ള പവറും പണവും ഒക്കെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടായിരുന്നു മുന്നോട്ട് വരാഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ വാർത്തകളൊക്കെ പുറത്ത് വന്നപ്പോൾ ജനം അറിഞ്ഞു ഇയാൾ തട്ടിപ്പ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എൻ്റെ ഈ ഒരു ഇത് പുറത്ത് വന്നാൽ ഇനി 100 കണക്കിന് ആളുകൾ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ കൺഫേമാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഓരോ ആളുകളെ ഇദ്ദേഹം തട്ടിപ്പിലേക്ക് നിർത്തുന്ന രീതികളും ശൈലികളൊക്കെ അതേ രീതിയിലായിരുന്നു എന്നോടും. ഇതുപോലെ 1500 കോടി പറയുന്നു, 3000 കോടി പറയുന്നു, ഒരു ഹോസ്പിറ്റലിൻ്റെ ബെഡിന് 3 കോടി പറയുന്നു. ഇങ്ങനെ കോടികളുടെ കണക്കുകൾ മാത്രം ഇദ്ദേഹം പറഞ്ഞു നമ്മളെ അങ്ങ് പ്രകോപിപ്പിച്ചിട്ട് ഇതിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. അത് പ്രത്യേക ശൈലിയാണ്. എന്തായാലും ഈ റിൻഷാദ് ആദ്യം വന്ന ഓഫീസ് നമുക്ക് പിന്നിൽ കാണുന്ന പനമ്പള്ളി നഗറുള്ള ഒരു ഓഫീസാണ് അല്ലേ? അതെ. ഈ ഓഫീസിൽ ഇതിൽ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഇതിൽ ഒരു ഓഫീസ് മാത്രമേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്റ്റാഫായിട്ട് അനുപമ എന്ന് പറഞ്ഞ ലേഡി ആയിരുന്നു അന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നു. ഞങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്ത അനുപമയായിരുന്നു. ആ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു. ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓഫീസ്. പിന്നെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അടുത്ത മീറ്റിംഗ് വന്നപ്പം ആ ഫ്ലോർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, NHF എന്ന ഓഫീസായിരുന്നു. ആ ഫ്ലോർ മുഴുവൻ 1, 2, 3, 4 മുറികൾ അദ്ദേഹത്തിൻ്റെ. ലാസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ 4 or 5 കടമ്പകൾ കഴിഞ്ഞു മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ ബിജു രാധാകൃഷ്ണനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഫുള്ള് രൂപക്കൂടും, പുണ്യാളൻ്റെ ഫോട്ടോവും രൂപക്കൂടും, മൊത്തത്തിലൊരു ക്രൈസ്തവ രൂപത്തിലുള്ള ഓഫീസുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മുഴുവൻ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഈ വിഷയം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമയത്ത് രാത്രി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളില്ല. സ്റ്റാഫിനോട് ചോദിച്ചും സാറിന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഒരു സമയം വന്നപ്പോൾ ഇദ്ദേഹം ഓഫീസെല്ലാം നിർത്തി പോകുന്ന അവസ്ഥയാണ്. ഈ ഓഫീസിലായിരുന്നു ഞങ്ങൾ പല തവണകളായിട്ട് മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്. അഭിലാഷ്, അതാണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മോട് നേരിട്ട് ബിജു പറഞ്ഞ പ്രലോഭനങ്ങളൊക്കെ ശരിയാണ് എന്നതിനാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഒപ്പം ഇതിനപ്പുറം മറ്റു പല തലങ്ങളിലേക്കും ഈ ബിജു രാധാകൃഷ്ണൻ്റെ ബന്ധങ്ങൾ നീളുന്നു എന്ന് തന്നെയാണ് റിൻഷാദ് പറയുന്നത്. അഭിലാഷ്, തീർച്ചയായും റിൻഷാദിന്റെ വാക്കുകൾ, റിൻഷാദ് പരാതിക്കാരനാണ്. റിൻഷാദ് ഇപ്പോൾ ന്യൂസ് 18നോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിലടക്കം തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണന് ചില ഇടപെടലുകൾ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. ആ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ബിജു രാധാകൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അത് കേസ് തൻ്റെ മുന്നിൽ വെച്ചാണ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഈ ബിജു രാധാകൃഷ്ണനോടൊപ്പമുള്ള അഭിഭാഷകയെ വന്ന് കണ്ടു. 3 കോടി രൂപ ദിലീപിൻ്റെ അനിയൻ നൽകും എന്ന തരത്തിലൊക്കെ റിൻഷാദിനോട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അത് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണോ? അവിടെ വന്നത് മാർട്ടിൻ തന്നെയാണോ? മാർട്ടിന് പകരം ഏതെങ്കിലും വ്യാജനയാണോ അവതരിപ്പിച്ചത് എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ തത്സമയ പ്രതികരണത്തിൽ ആണ് ഈ പരാതിക്കാരൻ ന്യൂസ് 18നോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.